മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് അമേരിക്കയിലെ മലയാളികളുടെ ഹൈന്ദവ സംഘടനകൾ, അതിനോട് ആഭിമുഖ്യമുള്ള എല്ലാ മതവിഭാഗക്കാരും ചേർന്ന് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക അവരുടെ ഒരു യുവ ജനങ്ങളുടെയും ഉപസമിതിയുടെയും എല്ലാം കോൺഫറൻസ് നടക്കുകയാണ്. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഇന്ന് ഒക്ടോബർ 22-ാം തീയതി. അമേരിക്കയിൽ ഒക്ടോബർ 22-ാം തീയതി ആവുമ്പോൾ ഈ സമ്മേളനം അവിടെ നടക്കുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കൻ സംസ്കാരത്തിലെ വികൃതമായ ചില ഭാഗങ്ങൾ എടുത്ത് അമേരിക്കയാണ്, ആ സംസ്കാരമാണ്, ആ ജീവിതമാണ്, ആ വീക്ഷണമാണ് ജീവിതത്തിലെ എല്ലാ തുറകളിലും നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ധരിച്ചുകൊണ്ടിരുന്ന കുറേ ഭാരതീയരെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ അവകാശികളായ വ്യക്തികൾ ഒരു 14 വർഷങ്ങൾക്ക് മുമ്പ് ഒത്തുചേർന്ന് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന ഒരു സംഘടന ഉണ്ടാക്കി. ഈ 2 വർഷം കൂടുമ്പോൾ അവരുടെ ഒത്തുചേരലുണ്ട്. അതിനിടയ്ക്ക് ചെറിയ 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 സമ്മേളനങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടത്താറുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചെർലട്ടണിലേക്ക് ഞാൻ പോവുകയുണ്ടായി. ന്യൂയോർക്കിലും ചെർലട്ടണിലും എല്ലാം ഭംഗിയായിട്ട് ക്ലാസ് എടുത്തു എന്നൊരു സാറ്റിസ്ഫാക്ഷനോടുകൂടി, സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ തിരിച്ചു വന്നത്. ധന്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അനുഭവ പരമ്പരകളായിരുന്നു. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ ആത്മീയതയും ഭൗതിക ജീവിതവും എല്ലാം ഒരുമിച്ച് ചേർത്ത് ഇന്റലക്ച്വൽ ഗ്രോത്ത്, സോഷ്യൽ ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്ത്, അക്കാഡമിക് ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്ത്, എക്കണോമിക്കൽ ഗ്രോത്ത്, ഫിനാൻഷ്യൽ ഗ്രോത്ത്, അതുപോലെ ഗ്രോത്ത് ഇൻ ദ ആസ്പെക്ട് ഓഫ് കോഓപ്പറേഷൻ, കോർഡിനേഷൻ, കോ എക്സിസ്റ്റിംഗ്, ഇങ്ങനെയുള്ളതെല്ലാം എങ്ങനെയാണ് ധന്യമായിട്ട് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയും മനസ്സിലാക്കി കൊടുത്തും മുമ്പോട്ട് പോകുന്ന KHNA ആദ്യം ഒരു ഒത്തുചേരലിൻ്റെ രീതിയിലായിരുന്നു എങ്കിലും പിന്നീട് ആ ഒത്തുചേരല് ഭാരതത്തിൻ്റെ പൈതൃകം ധന്യമായി കേൾക്കാനും കാണാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും അതിലെ നന്മകളെടുത്ത് ജീവിതത്തിൽ പകർത്താനും മറ്റ് ജനങ്ങളിലേക്ക് അത് പ്രചരിപ്പിക്കാനും എല്ലാമായിട്ടുള്ള ഒരുക്കങ്ങളോടുകൂടി മുമ്പോട്ട് പോകുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചു, അനുഭവിക്കാൻ സാധിച്ചു. വളരെ ഒരു ചെറിയ മനുഷ്യനായ എന്നോട് നിങ്ങൾ കാണിക്കുന്ന, യഥാർത്ഥത്തിൽ ഞാനിത് ഈ പ്രഭാഷണം അവർ കാണുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ സമ്മേളനത്തിൽ ഒരു പക്ഷേ അവർ കാണിക്കുന്നുണ്ടാവുമെന്ന ആ സൗഭാഗ്യകരമായിട്ടുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഇത് കാണുന്നവരെ നിങ്ങളെന്ന് അഭിസംബോധന ചെയ്യുന്നു. നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തത് ഏറ്റവും ധന്യമായിട്ടുള്ള കാലഘട്ടത്തിലാണ്. ഭാരതം എന്ന രാഷ്ട്രം ഇന്ന് ലോക ജനതയുടെ മുമ്പിൽ അസാധാരണമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഭാരതത്തിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന രാജ്യങ്ങളും ഇപ്പൊ കാണുന്നത് ഒരു വികസിത രാഷ്ട്രത്തിലെ പൗരന്മാര് ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ള ആ സാഹോദര്യ കുടുംബഭാവത്തിൻ്റെ വൈദിക സന്ദേശം
വസുധൈവ കുടുംബകം. ഈ ലോകം തന്നെയാണ് എൻ്റെ കുടുംബം. ലോകത്തിലെ 746 കോടി അല്ലെങ്കിൽ 750 കോടി ജനതയും എൻ്റെ കുടുംബാംഗങ്ങളാണ്. ശരിക്ക് വിശ്വം ഭവത്യേകനീഢം, ഈ ലോകം ഒരു പക്ഷിക്കൂട് പോലെ ആവട്ടെ. വിവിധ നിറത്തിലുള്ള തൂവലുകളുള്ള, വിവിധ വലിപ്പത്തിലുള്ള ശരീരമുള്ള, വിവിധ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്ന, സംഗീത മാധുര്യമുള്ള വ്യത്യസ്തങ്ങളായ പക്ഷികൾ ഒരുമിച്ച് ചേരുന്ന ഒരു കൂട്. അതായിരുന്നു ഭാരതം, അതാണ് ഭാരതം, അത് തന്നെ ആയിരിക്കും ഭാരതം. സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനും ആ അഭിപ്രായത്തിൽ നിന്ന് നല്ലതെടുക്കാനും അല്ലാത്തത് തിരസ്കരിക്കാനും, ധന്യമായി ഒരുമിച്ച് ജീവിക്കാനും, ശാന്തമായിട്ട് മുന്നോട്ട് പോകാനും, ഭാരതത്തിലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒരേ അവസരം തരുന്ന ഒരു ഭരണഘടനയും ധന്യമായ ഭരണാധികാരികളുമുള്ള ഭാരതത്തെ ലോക ജനത അത്ഭുതത്തോടുകൂടി വീക്ഷിക്കുന്നു എന്നുള്ളത് ഭാരതത്തെക്കുറിച്ച് ലോകം മനസ്സിലാക്കാനുള്ള, ലോകത്തിന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഭാരതത്തിന്റെ തത്വചിന്തകള്, ഭാരതത്തിന്റെ വീക്ഷണം, ഭാരത ഋഷിവര്യന്മാരുടെ സംഭാവനകള്, ത്യാഗോജ്വലമായ നമ്മളുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവിതം, മരണത്തെ അഭിമുഖീകരിച്ചപ്പോഴും ചങ്കൂറ്റത്തോടുകൂടി ഭാരത് മാതാക്കി ജയ് വിളിച്ച ആ ദേശസ്നേഹികള്, അവസാനത്തെ വ്യക്തിയെ തൂക്കുകയറിലേറ്റിയപ്പോഴും കാലാപാനി എന്ന ആൻഡമാൻ നിക്കോബാറിലെ കാഴ്ച ഇന്ന് നിങ്ങൾ കാണുകയാണെങ്കിലും, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ ഭരണാധികാരികൾ തന്നതല്ല, മറിച്ച് ഈ രാഷ്ട്രത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച, ബലിദാനം ചെയ്തവരുടേതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു 10,000 വർഷത്തെ പൈതൃകമുള്ള ഒരു രാഷ്ട്രമാണ് ഭാവ രാഗ താളമുള്ള ഭാരതം. ഭാരതം ഭാവരാഗ താളമുള്ള രാഷ്ട്രം. ആര്യാവർത്തമെന്നും ഹിന്ദുസ്ഥാനമെന്നും അതുപോലെ തന്നെ പരമപവിത്രമായിട്ടുള്ള പല പേരുകളും ഈ രാഷ്ട്രത്തിന് വന്നത് കുറേ തരത്തിലുള്ള ജനങ്ങള്, കുറേ തലത്തിലുള്ള ജനങ്ങള് ഒരുമിച്ച് താമസിച്ച് അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന അർത്ഥത്തിലല്ല. ഇവിടെ സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖ ഭവേത്. എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവരും സന്തോഷിക്കുന്നവരാവട്ടെ, എല്ലാവരും ആരോഗ്യമുള്ളവരായിട്ട്, ദുഃഖിക്കുന്നവരായിട്ട് ആരും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരു രാഷ്ട്രം. ആ രാഷ്ട്രം ഭരണാധികാരികൾ വരും, ഭരണാധികാരികൾ പോകും. പക്ഷേ ഭാരതം എന്ന രാഷ്ട്രം ത്രേതായുഗത്തിലെ രാമൻ ഭരിച്ചത് മുതൽക്ക് ഇന്ന് ഭാരതം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി വരെ ലോകത്തിനു വേണ്ടി സമർപ്പിച്ച അനവധി കർമ്മചിന്തകളും തത്വചിന്തകളുമുണ്ട്. ഭാരതത്തെ ഭാരതമായിട്ട് നിലനിർത്തുന്ന ആ ഉജ്ജ്വലമായ സന്ദേശങ്ങള്, ഭാരതത്തെ ഭാരതമായി നിലനിർത്തുന്ന ആ ഉജ്ജ്വലമായ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ ലോക ജനത രണ്ട് കൈയും നീട്ടി നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. പണ്ട് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിലെ പ്രഭാഷണം കഴിഞ്ഞ് അനാർബറിലേക്ക് വന്നപ്പോൾ, ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രഭാഷണത്തിന് വന്നപ്പോൾ അമേരിക്കൻ പത്രക്കാർ ചോദിച്ചു അത്രേ, മിസ്റ്റർ കാനന്ദൻ, why you are coming to this great country which is developing through science and technology? Why you are bringing your spirituality, religion and black magic to this country? അല്ലയോ വിവേകാനന്ദ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടേതായിട്ടുള്ള തത്വചിന്തകളും മന്ത്രവാദങ്ങളും മതവുമെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ വികസിക്കുന്ന ഈ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത്? ഞങ്ങളിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാനത്തിൽ. 1893 ചിക്കാഗോ പ്രഭാഷണം കഴിഞ്ഞിറങ്ങിയ അദ്ദേഹത്തിനോട് ചോദിച്ച ഈ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത്, മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നല്ല പത്രക്കാരെ വിളിച്ചത്,
My dear friends, I would like to tell you one thing. 20th century belongs to you Americans, whereas 21st century belongs to we Indians. 20ാം നൂറ്റാണ്ട് നിങ്ങൾ അമേരിക്കക്കാരുടേതാണ്, 21ാം നൂറ്റാണ്ട് ഞങ്ങൾ ഭാരതീയരുടേതാണ്. ആ 21ാം നൂറ്റാണ്ട് ഭാരതീയരുടേത് എന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടേതായ സമഗ്ര അറിവുകൾ, പൈതൃക ജ്ഞാനം, അത് ലോകം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ സംസ്കൃതം, നമ്മുടെ ആയുർവേദം, നമ്മുടെ യോഗ, നമ്മുടേതായിട്ടുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഭാരതീയമായിട്ടുള്ള എല്ലാം ജീവിത ശൈലികള്, ആചാരങ്ങള്, നമ്മുടെ വേദങ്ങള്, നമ്മുടെ പുരാണങ്ങള്, നമ്മുടെ ഇതിഹാസങ്ങള്, ഇതെല്ലാം ലോക ജനത രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നിങ്ങൾ ഓരോരുത്തരോടും ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി അഭ്യർത്ഥിക്കുന്നു, ഒരു ദൗത്യം ഏറ്റെടുക്കുക. കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത്, ആ തന്ന മഹാസാഗരം മാതിരിയുള്ള അറിവുകളില് ഒരു ബക്കറ്റ് അറിവ്, ഒരു ക്വാണ്ടിറ്റി അറിവ് അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ടേ നിങ്ങൾ പോകാവൂ. ഈ ലോകത്തിൽ ജീവിക്കാനുള്ള പാസ്പോർട്ടും വിസയുടെയും കാലാവധി ഡേറ്റ് ഓഫ് ഡെത്തിനോട് കൂടി കഴിയുമ്പോൾ, ഡേറ്റ് ഓഫ് ഡെത്തിന് കഴിയുന്നതിന് മുമ്പ് കഴിഞ്ഞ തലമുറ നമുക്ക് തന്ന സംഗീതത്തിൻ്റെയോ സംസ്കൃതത്തിൻ്റെയോ അക്ഷര ശ്ലോകത്തിൻ്റെയോ ഫ്ലൂട്ടോ തബലയോ കഥകളിയോ ഓട്ടംതുള്ളലോ യക്ഷഗാനമോ കുച്ചിപ്പുടിയോ ഭരതനാട്യമോ ചാക്യാർകൂത്തോ നങ്ങ്യാർകൂത്തോ, നിങ്ങൾക്കിഷ്ടമുള്ള എന്തുമാകട്ടെ, ഒരു വിഷയമെങ്കിലും, ഒന്നിൽ കൂടുതൽ സാധിച്ചാൽ ധന്യം, ഒരു വിഷയമെങ്കിലും കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ പാകത്തിന് പഠിക്കണം. പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണം, പ്രചരിപ്പിക്കാൻ വേണ്ടി പഠിക്കണം, പ്രവർത്തിക്കാൻ വേണ്ടി പഠിക്കണം, പ്രതികരിക്കാൻ വേണ്ടി പഠിക്കണം. വെറുതെ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പഠിക്കണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം, പ്രവർത്തിക്കണം, പ്രതികരിക്കണം. ഇതാവട്ടെ നമ്മളുടെ ജീവിതത്തിലെ ദൗത്യം. കഴിഞ്ഞ തലമുറ അനുഭവിച്ച വേദനകൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി 950 വർഷം വിദേശീയരായ മതക്കാരുടെ കീഴിൽ ഭാരതം അനുഭവിച്ച വേദന ഇന്ന് ഭാരതത്തിന് അനുഭവിക്കേണ്ടി വരുന്നില്ല അത്രയും കഠിനമായിട്ട്. എങ്കിലും ഇനിയും ഭാരതം വഴുതി മാറി വിദേശത്തിന്റെ ആ കീഴ്പ്പടിയിൽ മാനസികമായിട്ട് പോകുന്ന വിധത്തിൽ, ഒരുപക്ഷെ രാഷ്ട്രത്തിന്റെ അതിർത്തിപരമായിട്ട് പോകില്ലായിരിക്കാം, മാനസികമായിട്ട് വിദേശ അടിമത്വത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ അമേരിക്കക്കാരായ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇന്ന് ആസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ലെവലില്, ഒരുപക്ഷെ ഞാനിത് പറഞ്ഞാൽ നിങ്ങളിൽ ചിലരെങ്കിലും അവിശ്വസിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അത്രയും പേര് ടെലിഫോണിൽ വിളിച്ച്, ക്രിസ്ത്യൻസും ആണ് ഏറ്റവും കൂടുതൽ, എങ്ങനെയാണ് വേദം ആലപിക്കേണ്ടത് സാർ, ഞങ്ങളെ പഠിപ്പിക്കോ, ഭഗവത്ഗീതയുടെ സന്ദേശം ഒന്ന് പഠിപ്പിക്കോ, ഞങ്ങളുടെ മക്കള് ഇവിടുത്തെ ഭാഷയെ അറിയുള്ളൂ, ഇപ്പോ മലയാളം നല്ലോണം അവർക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് ഇതൊട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റണില്ല വിദേശ ഭാഷയില്, ഞങ്ങൾക്കും കാര്യമായിട്ട് അറിഞ്ഞുകൂടാ, സാറ് ടെലി ക്ലാസ്സുകൾ നടത്തുമോ? ഈ ചോദ്യത്തിന്റെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ അവിടെ റെഡി ആയാൽ എന്നെ അറിയിക്കൂ, ഞാൻ പറ്റാവുന്നതെല്ലാം ചെയ്യാം. ഞാൻ യാത്രയിലാണെങ്കിൽ സ്കോർപിയോ വണ്ടിയിലിരുന്നിട്ടാണെങ്കിലും ഞാൻ ക്ലാസ് എടുക്കാം. ഏതെങ്കിലും വിഷയത്തിന്റെ പ്രഭാഷണമാണെങ്കിൽ പുസ്തകം വേണ്ട, വേദം പഠിപ്പിക്കലാണെങ്കിൽ പുസ്തകം വേണം, സ്വരം തെറ്റാതെ ഈ ഉയരം താഴവും പഠിപ്പിക്കാൻ, അതെങ്ങനെയാണ് ആലപിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ എൻ്റെ കയ്യിൽ പുസ്തകം വേണം. അതുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാം, എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ പഠിപ്പിക്കാമെന്ന്. എത്ര വ്യക്തികളാണ് നമുക്ക് പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത്, നമുക്ക് പഠിക്കാൻ എത്ര സൗകര്യങ്ങളാണ് ഇന്നുള്ളത്. നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളുടെ അടുത്ത്, അവരേത് മതത്തിലുള്ളവരാവട്ടെ, നിങ്ങൾക്ക് ഭാരതത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള വിഷയം ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, വിക്കിപീഡിയയിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. അങ്ങനെ
ചിലത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, ചിലത് എവിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ആ ഗൂഗിൾ സെർച്ചിലൂടെ കിട്ടുന്നതോ വിക്കിപീഡിയയിലൂടെ കിട്ടുന്നതോ 100% പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിക്കേണ്ട. എന്നാലും അതിനകത്ത് നിന്ന് ധാരാളം എടുക്കാനുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ വേദങ്ങള്, നമ്മുടെ പുരാണങ്ങളെ, ഇതിഹാസങ്ങള്, നമ്മുടെ ആർക്കിയോളജിക്കൽ സൈറ്റുകള്, നമ്മുടെ പുരാതനമായ സർവകലാശാലകള്, ഇതെല്ലാം ഇന്നലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി. നമ്മുടെ നളന്ദ സർവകലാശാലയിൽ ഇന്ന് കുറെ ഇഷ്ടികകളും കഷ്ണങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതേപോലൊരു നളന്ദ സർവകലാശാല അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര വലിപ്പം പണ്ടതിനുണ്ടായിരുന്നോ അത്രയും വലിപ്പത്തിൽ അതേ മോഡലിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എത്ര അഭിമാനിക്കാവുന്നതാണെന്നാണ് ആ വ്യക്തി പറഞ്ഞത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, അമേരിക്കയിൽ വസിക്കുന്ന KHNAയിലെ പ്രവർത്തകർക്ക് വലിയൊരു ദൗത്യമുണ്ട്. KHNAയിലെ പ്രവർത്തകർക്ക് വലിയൊരു ദൗത്യമുണ്ട്. 1000 കിലോമീറ്റർ നീളമുള്ള ഒരു നാഷണൽ ഹൈവേ ആവാൻ നമുക്കോ നമ്മുടെ സംഘടനയ്ക്കോ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ 1000 കിലോമീറ്റർ റോഡിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ, ചിലപ്പോ 1/2 മീറ്റർ, 1 മീറ്റർ, 5 മീറ്റർ നീളമുള്ള ബ്രിഡ്ജ് ആയിരിക്കും അത്. ആ ബ്രിഡ്ജ് ആവാൻ നിങ്ങൾ ശ്രമിക്കുക. 1000 കിലോമീറ്റർ റോഡാവാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല, അതിലുള്ള ഒരു ബ്രിഡ്ജ് ആവാൻ ശ്രമിക്കുക. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഇടുക്കി ഡാമിലെ, വലിയ ആർച്ച് ഡാമിലെ ജനറേറ്റർ ആവാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ ആ ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി പോകുന്ന സബ്സ്റ്റേഷനുകളുണ്ട്, അതാവാനും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. സംഘടനാ തലത്തില് ഒരുപക്ഷെ ഒരു ട്രാൻസ്ഫോമർ ആവാൻ സാധിച്ചു എന്ന് വരും. ഒരു ട്രാൻസ്ഫോമർ ആവാൻ സാധിച്ചു എന്ന് വരും. സംഘടനാ തലത്തില് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആവാൻ സാധിച്ചു എന്ന് വരും. വ്യക്തിപരമായ തലത്തില് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആവുക, ഒരു ബൾബ് ആവുക, ഇലക്ട്രിക് പോസ്റ്റിലുള്ള ബൾബ്, അല്ലെങ്കിൽ ഒരു ബൾബിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഹോൾഡർ ആവുക. അങ്ങനെ നമുക്ക് നമ്മുടെ പൈതൃകത്തെ, ഈ ഭാരതത്തിലെ 127 കോടി ജനതയുടെയും പൈതൃകമാണിത്. ഇവിടെ ഹിന്ദുക്കളായിരുന്നവരുമാണ് ഉണ്ടായിരുന്നത്. ഈ 127 കോടി ജനതയുടെയും പൈതൃകത്തെ 127 കോടി ജനതയ്ക്കും അവരെ സ്നേഹിക്കുന്ന ദേശവിദേശത്തിലുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക. അതൊരു ബൾബിന്റെ രൂപത്തിലോ ഹോൾഡറുടെ രൂപത്തിലോ ഇലക്ട്രിക് പോസ്റ്റിന്റെ രൂപത്തിലോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് ഈ ജീവിതം ധന്യമാവുന്നത്. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ഭാരതീയർക്ക് ലഭിക്കുന്ന സ്വീകാര്യത, ആധുനിക ശാസ്ത്രത്തിന്റെ വികസനത്തിലൂടെ ഭാരതം വികസിക്കുന്ന ആ കാഴ്ച കണ്ടിട്ടുള്ള സ്വീകാര്യത മാത്രമല്ല, നമുക്ക് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന പൂർവകാല വൈഭവവും വർത്തമാനകാല വികസനവും കൂടി ചേർത്ത് സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ച് ഭാരതത്തിനകത്തുള്ളത്. അതാണ് ലോകം സ്വീകരിക്കുന്നത്. 114 സംസ്കാരങ്ങൾ ലോകത്തിൽ ഉണ്ടായിരുന്നതിൽ, അങ്ങനെയാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത്, ഇന്ന് പൂർണ്ണ ചൈതന്യത്തോടു കൂടിയിരിക്കുന്ന ഒരേ ഒരു സംസ്കാരം നമ്മുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ അടുത്ത തലമുറയിലേക്ക് തിരി കത്തുമ്പോൾ എണ്ണ വറ്റാതെ നോക്കി ജ്വാല നിലനിർത്തേണ്ടതുപോലെ ആ സംസ്കാരത്തെ അത് അണയാതെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട ദൗത്യം നമുക്കുണ്ട്. സാധിക്കുമോ ഇല്ലയോ എന്നല്ല, ചെയ്തേ മതിയാവും. ആ ദൗത്യം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പണ്ടത്തെ മാതിരി അല്ല. നമ്മുടെ സംസ്കാരത്തെ സ്വീകരിക്കാൻ തയ്യാറുള്ള എത്രയോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇന്നുണ്ട്. നമുക്ക് ഭാരതീയർക്ക്, ഹിന്ദുക്കൾക്കുള്ള മഹാഭാഗ്യം, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ മറ്റേതൊരു മതത്തിന്റെയും ഗ്രന്ഥം വെക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. കോടിക്കണക്കിന് ദേവതാ സങ്കല്പത്തിന്റെ കൂട്ടത്തിലും മറ്റേതൊരു മതത്തിന്റെ ദേവതാ സങ്കല്പത്തെയും വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മളുടെ രാഷ്ട്രത്തിന് എന്നും നന്മകൾ സ്വീകരിക്കാൻ കഴിവുണ്ടായിരുന്നത് കൊണ്ടും ഇപ്പോഴും അതുള്ളത് കൊണ്ടുമാണ് കോടിക്കണക്കിന് ജനത വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് ഈ സംസ്കാരം സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ച് ഇവിടെ നിലനിന്ന് വേണ്ട എന്ന് തോന്നിയവർ സ്നേഹത്തോടുകൂടി തിരിച്ചു പോയത്. 62 വർഷം കൊണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ അടിമുടി മറ്റൊരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോയ ഇംഗ്ലീഷുകാര് 262 വർഷം ഈ രാജ്യം ഭരിച്ചു.
പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും പിന്നെ ഇംഗ്ലീഷുകാരും ഭരിച്ചിട്ടും ഭാരതം ഇന്നും നിലനിൽക്കുന്നു. ചൈതന്യവത്തായി ഗംഗാ സാഗരം, മഹാനദി ഗംഗാനദി ഒഴുകുന്നു. ആ രാഷ്ട്രത്തിന്റെ ചൈതന്യം ഈ KA ചെന്നൈയുടെ 22-ാം തീയതി നടക്കുന്ന മീറ്റിംഗിൽ വീണ്ടും വീണ്ടും പ്രഭാപൂരിതമാകട്ടെ. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ഏത് തരത്തിലുള്ള മീറ്റിങ്ങുകളോ ഒത്തുചേരലുകളോ അല്ലെങ്കിൽ ചർച്ചകളോ നടക്കുമ്പോഴും 1/3 ഭാഗം ആ ചർച്ചകളിൽ 3ആയിട്ട് തിരിക്കുകയാണെങ്കിൽ, പ്രദർശനങ്ങളെ 3ആയിട്ട് തിരിക്കുകയാണെങ്കിൽ, പരിപാടികളെ 3ആയിട്ട് തിരിക്കുകയാണെങ്കിൽ അതിലൊരു ഭാഗം സാംസ്കാരികമായ കലാപരമായിട്ടുള്ള ധന്യമായ കാര്യങ്ങളായിരിക്കണം. രണ്ടാമത്തെ ഭാഗം 1/3 ഫസ്റ്റ് കൾച്ചറൽ ആക്ടിവിറ്റി, 1/3 ഭാഗം സ്പിരിച്വൽ ആക്ടിവിറ്റി, 1/3 ഭാഗം സോഷ്യൽ ആക്ടിവിറ്റി. അപ്പോൾ നമ്മളുടെ കലയും നമ്മുടെ സംസ്കാരവും നമ്മുടെ സംഗീതവും നമ്മുടെ നൃത്യങ്ങളും അതെല്ലാം ആദ്യത്തെ 1/3 ഭാഗത്തിൽ ഓർഡറിൽ എടുക്കണം എന്നില്ല, മാറ്റിയെടുക്കാം. രണ്ടാമത്തെ 1/3 ഭാഗം നമ്മളുടെ ആത്മീയത, അത് തിയറട്ടിക്കൽ സ്പിരിച്വാലിറ്റിയും അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയും വേണം. അന്ധമായിട്ടുള്ള സ്പിരിച്വാലിറ്റി അല്ല, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള സ്പിരിച്വാലിറ്റി. അതേപോലെ സാമൂഹികമായിട്ടുള്ള നമ്മൾ വേദനിക്കുന്നവരും വിശക്കുന്നവരും അനാഥരും വൃദ്ധരും രോഗികളും ഈ സമൂഹത്തിലുള്ളവരെ ഉദ്ധരിക്കാൻ നിരന്തരം പ്രവർത്തിക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാതിരിക്കില്ല. പരമപവിത്രമായ ഭാരതത്തിന്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് ഇനിയും ഒരു 100 ജന്മമുണ്ടെങ്കിൽ ഈ ഭാരതത്തിന്റെ മണ്ണിൽ തന്നെ ജനിക്കണമെന്ന് പ്രാർത്ഥിക്കാനും സാധിക്കണം. ഓരോ ജന്മം കിട്ടുമ്പോഴും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്റെ ബാക്കിയാവട്ടെ ഈ ജന്മത്തിൽ ചെയ്യുക, ഈ ജന്മത്തിൽ ചെയ്തതിന്റെ ബാക്കിയാവട്ടെ അടുത്ത ജന്മത്തിലേക്ക്. അങ്ങനെ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയ അഗായുരീന്ദ്രി ആരാമോ മോഘം പാർത്ഥസ്സ ജീവതി. ഒരു കാലത്തിന്റെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് തിരിയുന്ന ധർമ്മത്തിന്റെ ചക്രത്തോടൊപ്പം തിരിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം വേസ്റ്റ് ആവില്ല. അസതോമ സദ്ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, നന്മയിൽ നിന്ന് കൂടുതൽ നന്മയിലേക്ക്. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, കൂടുതൽ കൂടുതൽ വെളിച്ചത്തിലേക്ക്. അതുപോലെ മൃത്യോർമ അമൃതം ഗമയ, സംഘർഷപൂരിതമായ മാനസിക അവസ്ഥയിൽ നിന്നും ജീവിതശൈലിയിൽ നിന്നും ശാന്തമായ മനസ്സിലേക്കും ശാന്തമായ ജീവിതശൈലിയിലേക്കും മാറാൻ KA ചെന്നൈയിലെ ഓരോ പ്രവർത്തകരും സാധിക്കട്ടെ. ലോകത്തെ എങ്ങനെ മാറ്റണമെന്ന് ചിന്തിക്കുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മളിൽ എങ്ങനെ മാറ്റം ഉണ്ടാവണം എന്നാണ്. നമ്മളിൽ മാറ്റം ഉണ്ടായാൽ പിന്നെ ലോകത്തെ മാറ്റാൻ വലിയ വിഷമമൊന്നുമില്ല. സ്വാമി വിവേകാനന്ദൻ ഒരു യുക്തിവാദിയെ പോലെയായിരുന്നു. ആദ്യം അദ്ദേഹം ഗുരുവിന്റെ ശിക്ഷണത്തില് വിവേകാനന്ദനായി മാറി. നരേന്ദ്രൻ വിവേകാനന്ദനായി മാറി. ആ വിവേകാനന്ദനെ പോലെ ആവാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നിഴലുകൾ പാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് നിങ്ങളിപ്പോൾ താമസിക്കുന്ന അമേരിക്കക്കാരായ നിങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കൻ പൗരത്വമുള്ള നിങ്ങൾ, അല്ലെങ്കിൽ ഭാരതത്തിന്റെ പൗരത്വം ഇന്ന് നിലനിർത്തിക്കൊണ്ട് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് വെച്ച് ജീവിക്കുന്ന നിങ്ങൾ, അവിടെ വന്ന് സ്വാമി വിവേകാനന്ദൻ പ്രസംഗിച്ച് ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തെ അവതരിപ്പിച്ച ആ ഷിക്കാഗോവിലെ ആ ഭൂമിയും ആ സ്ഥലവും ഇന്നും നിലനിൽക്കുന്ന ആ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നവര് ഭാരതത്തിന്റെ അംബാസിഡർ ആവുക. ഭാരതത്തിന്റെ അംബാസിഡറായി ലോകം മുഴുവനും ഭാരതത്തെ അറിയിക്കുക. ഭാരതം ലോകത്തിന്റെ ആത്മീയ തലസ്ഥാനമാണ്. ആ ആത്മീയതയ്ക്കകത്താണ് ധർമാർത്ഥ കാമമോക്ഷങ്ങള്. ധാർമ്മികമായിട്ട് ജീവിക്കുക, ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിക്കുക, സമ്പത്തുണ്ടാക്കുക, ധാർമ്മികമായിട്ട് ജീവിതാഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും ആസ്വദിക്കുക, ധാർമ്മികമായിട്ട് ജീവിക്കുക, ധാർമ്മികമായിട്ട് സമ്പത്തുണ്ടാക്കുക, ധാർമ്മികമായിട്ട് ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, ധാർമ്മികമായിട്ട് ഈ ലോകത്തോട് യാത്ര പറയാൻ അന്ത്യത്തിൽ തയ്യാറാവുകയും ചെയ്യട്ടെ. നമ്മുടെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ആവട്ടെ. നമ്മളുടെ ജീവിതം നമ്മുടെ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് ധന്യമായ ഒരു മാതൃകയായി തീരട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, എന്നോട് ഇങ്ങനെ ഒരു സ്പീച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ സാറ് വന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നതിന് തുല്യമായിട്ടുള്ള അനുഭൂതി ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അത് പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയച്ചു തരാനാണ് പറഞ്ഞത്. എനിക്ക് തോന്നി പ്രൈവറ്റ് ആയിട്ട്
അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുന്നതിനേക്കാളും അവിടെ ഒരു 5000 പേര് കാണുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 500 പേര് കാണുന്നു എന്ന് വിചാരിക്കുക. ആ പ്രഭാഷണം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ പ്രഭാഷണത്തിന് മുമ്പ് ഒരു 5000 പേര് കൂടി കാണുന്നുവെങ്കിൽ അതൊരു ധന്യതയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് പബ്ലിക്കായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാണ്. പ്രണാമം, നമസ്കാരം.